ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഫ്രൈ ആണ്. നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനെ നമുക്ക് വേണ്ടത് ചിക്കൻ വേണം. ചിക്കൻ ഒരു 9 പീസസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി വേണം, 1 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടിച്ചത് 3/4 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് അരിപ്പൊടി വേണം. അരിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇളക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് നാരങ്ങാനീര്. അതിപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. അടുത്തതായി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇളക്കുമ്പോൾ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടൊരുപാട് തോന്നുകയാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്ത് ഇളക്കാം, അല്ലെങ്കിൽ തൈര് ചേർത്ത് ഇളക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല, അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പൊടികളെല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് 4 പൊടികൾ നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ വേണ്ടത് നമുക്ക് നാരങ്ങാനീര് ഒഴിക്കുക. അരമുറി നാരങ്ങയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. മൊത്തം ചേർക്കേണ്ട, ഒരു 3/4 ഭാഗം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ ചിക്കൻ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെക്കാം. ഇപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ വെളിയിൽ 1 മണിക്കൂർ വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ഇപ്പോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ സമയം കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. നമുക്കിനി ഇത് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത് കുറച്ച് കറിവേപ്പില. അത് ഓപ്ഷണലാണ്. കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ വേണ്ട. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇടാം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം. നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചിക്കൻ ഇട്ടിട്ട് ഒരു 15 മിനിറ്റായി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി കാണാം.